Welcome back. We are continuing the problem section of the chapter Units and Measurement. So the first question is, find the number of significant figures of the following. അപ്പോൾ ഇവിടെ 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവയുടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണണം. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണുന്നതിന് റൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക എല്ലാവരും. 4308 അല്ലേ, 4308 ഓർ 4308 ഇതിൻ്റെ 4 ഫിഗേഴ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. So the significant figure is 4. Next number is 40.05. 40.05. ഇവിടെയും 4 നമ്പേഴ്സും നമുക്കറിയാം സിഗ്നിഫിക്കൻ്റ് ആണ്. ദശാംശത്തിന് ശേഷം അവസാനം 0 വരുമ്പോഴും അതുപോലെ ഒരു നമ്പറിന് മുമ്പായിട്ട് 0 വരുമ്പോഴും ആ 0 സിഗ്നിഫിക്കൻ്റ് നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെയും 40-ലെ 2 നമ്പേഴ്സും പിന്നെ 0.05 2 നമ്പേഴ്സും എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 4 ആണ്. അടുത്ത നമ്പർ 470000 റൈറ്റ്, ഓർ 4,70,000. ഇവിടെ നമുക്കറിയാം അവസാനത്തേക്ക് വരുന്ന നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലെ. അവസാനം വരുന്ന നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം വരുന്ന നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് അല്ല, സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ നമുക്കിവിടെ 4ഉം 7ഉം അല്ലെ, 4ഉം 7ഉം മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെ 4ഉം 7ഉം മാത്രം സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 2 ആണ്. അടുത്ത 4.00 നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ദശാംശത്തിന് ശേഷം അവസാനം ലാസ്റ്റ് വരുന്ന സീറോസ് റൈറ്റ്. ദശാംശത്തിന് ശേഷം അവസാനം ലാസ്റ്റ് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടെ പോയിന്റിന് ശേഷം വന്ന 2 സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്, പ്ലസ് 4ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോഴാകെ 2ഉം 1ഉം 3 നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ്, അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. സോ ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഈസ് 3. ലാസ്റ്റ് 0.00500. അപ്പോൾ നേരത്തെ പറഞ്ഞു ദശാംശത്തിന് ശേഷം അവസാനം വരുന്ന നമ്പേഴ്സ് സിഗ്നിഫിക്കൻ്റ് ആണ് റൈറ്റ്. പക്ഷേ അതേസമയം ഈ 2 സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല താനും റൈറ്റ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എത്ര വരും? 1, 2, 3 റൈറ്റ്. സോ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആണ് ആൻസർ. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഈസ് 3. നെക്സ്റ്റ് ചോദ്യം, state the number of significant figures in the following. 0.007 meter square ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 0.007 meter square. അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ റൂൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. ദശാംശം കഴിഞ്ഞ് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല, അതായത് 7ന് മുമ്പുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അതുകൊണ്ട് 7 മാത്രമാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. സോ സിഗ്നിഫിക്കൻ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഈസ് 1. അടുത്ത ചോദ്യം 2.64 × 10⁴ കിലോഗ്രാം. ഇത് വളരെ വിസിബിളാണ്. 264 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സേ ഉള്ളൂ അല്ലേ. 10ന്റെ പവറായിട്ട് വരുന്ന നമ്പേഴ്സും സിഗ്നിഫിക്കൻ്റ് ഫിഗർ എല്ലാം നമ്മൾ നേരത്തെ റൂളിൽ കണ്ടു കഴിഞ്ഞതാണ്. സോ ഓൺലി 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് സി 0.2370 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ദശാംശത്തിന് ശേഷം അവസാനം വരുന്ന സീറോ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ആ 0 സിഗ്നിഫിക്കൻ്റ് ആണ്, പിന്നെ 2ഉം 3ഉം 7ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ആകെ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ട്. ഡി
6.320 ജൂൾ. നേരത്തെ പറഞ്ഞ പോലെ അവസാനത്തെ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. പുറമെ 6ഉം 3ഉം 2ഉം കൂടെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ് ചോദ്യം 6.032 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ദശാംശം കഴിഞ്ഞ് വരുന്ന 0 നമ്പറിന് മുമ്പായതുകൊണ്ട് അത് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഈസ് 4. So 4 significant figures. And the last question 0.0006032 meter square. നമുക്ക് കാണാൻ കഴിയും ദശാംശം കഴിഞ്ഞ് 3 സീറോസ് ഉണ്ട്. ഈ 3 സീറോസ് ഒരു നമ്പറിന് മുമ്പ് വന്നതുകൊണ്ട് ഈ സീറോസ് എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല. അതേസമയം ഈ 32ന് ശേഷം 0 എന്നാലും അത് സിഗ്നിഫിക്കൻ്റ് ആവുകയും ചെയ്യും. പിന്നെ 2 നമ്പറിന് ഇടയ്ക്ക് വരുന്ന 0യും സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. 2 നമ്പേഴ്സിന് ഇടയ്ക്ക് വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് ആണ്. ഇവിടെ കണ്ടല്ലോ, ഈ 0 വരുന്നത് 6ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് ആണ്. അതുകൊണ്ട് ഈ 0 സിഗ്നിഫിക്കൻ്റ് ആണ്. പക്ഷേ ഇതിന് ദശാംശം കഴിഞ്ഞിട്ട് നമ്പറിന് മുമ്പ് വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കുള്ള ആകെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 6032 മാത്രമാണ്. അതായത് 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ റൗണ്ടിങ് ഓഫിൻ്റെ റൂൾസ് നന്നായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. Then use your definition to explain how simple harmonic motion can be represented by the equation y is equal to a sin omega t. Show that above equation is dimensionally correct. So we have to prove that this equation y is equal to a sin omega t is dimensionally correct. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ y is equal to a sin omega t യിൽ y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്, ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി, ടി എന്ന് പറയുന്നത് ടൈമാണ്. സോ എൽ എച്ച് എസിൽ എന്തെല്ലാമുണ്ട്? എൽ എച്ച് എസിൽ വൈ ഉണ്ട്. വൈ എന്ന് ഞാൻ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് എൽ മാത്രമാണ്, എൽ റൈറ്റ്. അഥവാ എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു 0 എന്നാണ് ഡയമെൻഷൻ ഫോർമുല വരിക, റൈറ്റ്. ഡയമെൻഷൻ ഓഫ് വൈ ഈസ് സിംപ്ലി എൽ. ഇനി ആർ എച്ച് എസിൽ എന്തെല്ലാം ഉണ്ട്? ആർ എച്ച് എസിൽ എ സൈൻ ഒമേഗ ടി ഉണ്ട്, റൈറ്റ്. സോ റിപ്പീറ്റ്, വൈ റെപ്രസെൻറ്റ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് എ റെപ്രസെൻറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് ഓക്കെ. സോ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് മീൻസ് ഇറ്റ് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ്, ഇറ്റ് ഇസ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ. അല്ല, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട്. ആംപ്ലിറ്റ്യൂഡ് മീൻസ് ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി മീൻ പൊസിഷൻ എന്ന് വെച്ചാൽ അതൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡയമെൻഷൻ എല്ലാണ്. ഇനി സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്, ഇറ്റ് ഹാസ് നോ ഡയമെൻഷൻ. സൈൻ ഒമേഗ ടി, സൈൻ ഫംഗ്ഷൻ ഒമേഗ ടി ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. കാര്യം രണ്ടിൻ്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് എല്ലാണ്. എൽ എച്ച് എസിലെ ഡയമെൻഷൻ എല്ലാണ്, ആർ എച്ച് എസിലെ ഡയമെൻഷൻ എല്ലാണ്. അതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം വെദർ ദി ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ നോട്ട്. സോ വി ഹാവ് ടു റൈറ്റ് സോ ദി ഇക്വേഷൻ ഈസ് കറക്റ്റ് ഓർ ദി ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് നമ്മൾ വ്യക്തമായിട്ട് എഴുതുക തന്നെ വേണം. അടുത്ത ചോദ്യം, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എഫ് എക്സ്പീരിയൻസ്ഡ് ബൈ എ സർട്ടൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് എ സ്പീഡ് വി ഈസ് ഗിവൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു കെ വി സ്ക്വയർ where k is a constant. Find the dimension of k. അപ്പോൾ f is equal to kv square എന്ന് പറയുന്ന ഇക്വേഷനിൽ കെയുടെ ഡയമെൻഷൻ നമ്മൾ കാണണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് v എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സ്മോൾ വി, ക്യാപിറ്റൽ വി അല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് k ഡയമെൻഷൻ കാണാൻ കഴിയുന്നത്? അപ്പോൾ f is equal to kv square എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ആദ്യം kയുടെ ഇക്വേഷൻ കാണാൻ പറ്റും. k is equal to എന്ത് വരും? k is equal to f by v square എന്ന് കാണാൻ പറ്റും അല്ലേ. f is equal to kv square ആയതുകൊണ്ട് k is equal to f by v square. Now what is the dimension of force? Force f is equal to ml t raised to minus 2. ഇതെങ്ങനെ കിട്ടുന്നത്? ബിക്കോസ് f is equal to ma ആണ് അല്ലേ, മാസിൻ്റെ ആക്സലേഷൻ ആണ്. മാസിൻ്റെ ഡയമെൻഷൻ m ആണ്,
ആക്സലറേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് ടു ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞാണ്, പഠിച്ചു കഴിഞ്ഞാണ്. സോ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ഈസ് എം എൽ ടി റേസ് ടു മൈനസ് ടു. ഇനി ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ത് വരും? ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എൽ ടി റേസ് ടു മൈനസ് വൺ. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. സോ ഡയമെൻഷനലി കെ എങ്ങനെ എഴുതാൻ പറ്റും? എം എൽ ടി റേസ് ടു മൈനസ് ടു, അതായത് ഫോഴ്സിന്റെ ഡയമെൻഷൻ ആയിട്ടുള്ള എം എൽ ടി റേസ് ടു മൈനസ് ടു എഴുതി ഡിവൈഡ് ബൈ വി എന്താണ് ഡയമെൻഷൻ? എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പോൾ എൽ ടി റേസ് ടു വി എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. അപ്പോൾ ഡിവൈഡ് ബൈ എൽ ടി റേസ് ടു മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ. കാരണം എന്താണ്? നമുക്കിവിടെ വി സ്ക്വയർ ഉണ്ട്. ഇനി എൽ ടി റേസ് ടു മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എല്ലിന്റെ പവർ എത്ര? എൽ പവർ വൺ ആണ്. അപ്പോൾ 1 × 2 2, അപ്പോൾ എൽ സ്ക്വയർ എന്നായിട്ട് മാറി. പിന്നെ ഇവിടെ ടിയുടെ പവർ മൈനസ് വൺ ആണ്. സോ -1 × 2 എത്ര വരും? -2 വരും. അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ടി റേസ് ടു മൈനസ് ടു എന്ന് കിട്ടി. അങ്ങനെയാണ് എൽ ടി റേസ് ടു മൈനസ് വൺ ദി ഹോൾ സ്ക്വയർ നമുക്ക് ഇവിടെ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ആവുന്നത്. ഇവിടെ എല്ലിന്റെ പവർ 1 ആണ്. അപ്പോൾ 1 × 2 2 എന്ന് കിട്ടി. ഇവിടെ ടിയുടെ പവർ എത്രയാണ്? -1 ആണ്. -1 × 2 ഈസ് -2. ഓക്കെ. അപ്പോൾ എം എൽ ടി റേസ് ടു മൈനസ് ടു ഡിവൈഡ് ബൈ എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു. ഇനി നമുക്ക് എൽ സ്ക്വയറിന്റെ മുകളിലേക്ക് ഉണ്ടാവും, ന്യൂമറേറ്ററിലേക്ക് ഉണ്ടാവുക. അപ്പോൾ മുകളിലേക്ക് എന്തായിട്ട് മാറും? നമുക്ക് എം എൽ ടി റേസ് ടു മൈനസ് ടു ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. എം എൽ ടി റേസ് ടു മൈനസ് ടു ഇവിടെ ഉണ്ട്. ഇനി എൽ സ്ക്വയർ മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? എൽ റേസ് ടു മൈനസ് ടു ആയിട്ട് മാറി. അങ്ങനെ എൽ റേസ് ടു മൈനസ് ടു ആയി. പിന്നെ ടി റേസ് ടു മൈനസ് ടു മുകളിലേക്ക് പോകുമ്പോൾ ടി റേസ് ടു പ്ലസ് ടു ആയി. ടി റേസ് ടു പ്ലസ് ടു ആയി. അപ്പോൾ മാസ് അഥവാ എം ആയിട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതുപോലെ എഴുതി. പിന്നെ എല്ല് ഇവിടെ നമുക്ക് എൽ റേസ് ടു വണ്ണും ഉണ്ട്, ഇവിടെ എൽ റേസ് ടു മൈനസ് ടു ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു പ്ലസ് വണ്ണും എൽ റേസ് ടു മൈനസ് ടു. അപ്പോൾ +1 - 2 ഈസ് ഈക്വൽ ടു -1. അങ്ങനെ ഇത് -1 ആയി. പിന്നെ ടി റേസ് ടു മൈനസ് ടു ഇവിടെ ഉണ്ട്, ടി റേസ് ടു പ്ലസ് ടു ഇവിടെ ഉണ്ട്. സോ -2 + 2 എന്ത് വരും? 2 will give 0 അല്ലെ? -2 + 2 0 ആണ്. അങ്ങനെ ടി റേസ് ടു 0 എന്ന് കിട്ടി. സോ ദ ഡയമെൻഷൻ ഓഫ് കെ എന്താണ്? എം എൽ റേസ് ടു -1 ടി റേസ് ടു 0 ആണ്. അല്ലെങ്കിൽ എം റേസ് ടു 1 എൽ റേസ് ടു -1 ടി റേസ് ടു 0 എന്ന് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം, ഡിറൈവ് an empirical relationship for the force experienced on the car in terms of mass of the car m, velocity v and radius of the track r using dimension analysis. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് വഴി എന്ത് ചെയ്യണം? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കാറ് മാസിന്റെയും വെലോസിറ്റിയുടെയും റേഡിയസിന്റെയും ടേംസിൽ കണ്ടുപിടിക്കണം. സോ ഫോഴ്സ് ഈസ് റിലേറ്റഡ് ടു മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. ഇതാണ് നമ്മുടെ അസംഷൻ. സോ ക്വസ്റ്റ്യൻ പ്രകാരം ഫോഴ്സ് ഈസ് റിലേറ്റഡ് ടു, അല്ലെങ്കിൽ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ്. സോ വിച്ച് ആർ ദി ക്വാണ്ടിറ്റീസ് എന്നൊരു ഉത്തരമായി. ഹൗ ദ ക്വാണ്ടിറ്റീസ് എന്നൊരു ഉത്തരമായിട്ടില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗ ആൻഡ് വിച്ച് ആർ ദ ക്വാണ്ടിറ്റീസ് എന്നാണ് നമ്മൾ കാണാറുള്ളത്. ഹൗ ആൻഡ് വിച്ച് ഓഫ് ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റിലേറ്റഡ് ടു എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഹൗ എന്നതിൻ്റെ ഉത്തരം എന്താണ്? എത്ര ഡയമെൻഷൻ, മാസിൻ്റെ എത്ര ഡയമെൻഷൻ ഉണ്ട്, വെലോസിറ്റി എത്ര ഡയമെൻഷൻ ഉണ്ട്, അതുപോലെ റേഡിയസ് എത്ര ഡയമെൻഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളത് എ ബി സി എന്ന് കൊടുക്കുകയാണ്. മാസിൻ്റെ നമുക്ക് എത്ര ഡയമെൻഷൻ മാസാണ് അറിയില്ല, എത്ര ഡയമെൻഷൻ വെലോസിറ്റി നമുക്ക് അറിയില്ല, എത്ര ഡയമെൻഷൻ റേഡിയസ് നമുക്കറിയില്ല. അതുകൊണ്ട് അറിയാത്ത ക്വാണ്ടിറ്റിക്ക് നമ്മൾ എ ബി സി എന്ന് കൊടുക്കുകയാണ്. നൗ ഇൻ ടേംസ് ഓഫ് ഡയമെൻഷൻ എങ്ങനെ മാറ്റി എഴുതാം? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ ടി റേസ് ടു -2 ആണ്. സോ എം എൽ ടി റേസ് ടു -2 ഷുഡ് ബി ഈക്വൽ ടു ക്യാപിറ്റൽ എം റേസ് ടു എ അല്ലേ? ഫസ്റ്റത്തെ ടേം മാസ് ആണ്. അടുത്ത വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1 ആണ്. അതുകൊണ്ട് എൽ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു ബി എന്ന് എഴുതി. അടുത്ത റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻസ് മെഷർമെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എൽ എന്ന് എഴുതാം. പക്ഷേ ആർ റേസ് ടു സി ആയതുകൊണ്ട് എൽ റേസ് ടു സി എന്ന് തന്നെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. ഇനി ഒന്ന് മാറ്റി എഴുതുകയാണ്. അഥവാ എം റേസ് ടു എ അല്ലേ? അവിടെ ഒരു മാസം മാത്രമേ ഉള്ളൂ. ഇനിയോ എൽ ടി റേസ് ടു -1 ദ ഹോൾ റേസ് ടു ബി ആണ്. അഥവാ ഇവിടെ എല്ലിന്റെ പവർ എത്ര? 1 ആണ്. എൽ റേസ് ടു 1 1 ഇൻറ്റു ബി എത്ര വരും? ബി എന്ന് വരും അല്ലെ? എൽ റേസ് ടു 1 ഉണ്ട്. 1 ഇൻറ്റു ബി ഈസ് ബി. അപ്പോൾ എൽ റേസ് ടു
ബി എന്ന് എഴുതേണ്ടതായിട്ട് വരും. പിന്നെയോ ടി റേസ് ടു -1, അപ്പോൾ ടി റേസ് ടു -1ഉം -1 ഇൻറ്റു ബി ഈസ് -b, അപ്പോൾ ടി റേസ് ടു -b എന്നായി. ഇനി ലാസ്റ്റ് എൽ റേസ് ടു സി എന്നുണ്ട്. ഇത് നമുക്ക് വീണ്ടും മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതാം? എം റേസ് ടു എ, എൽ റേസ് ടു ബി പ്ലസ് സി, പിന്നെ ടി റേസ് ടു -b എന്ന് മാറ്റി എഴുതാം. Now we can compare the dimension of this equation on both sides. അപ്പോൾ എൽ എച്ച് എസിൽ എന്താ ഉള്ളത്? എം എൽ ടി റേസ് ടു അഥവാ എം റേസ് ടു 1, എൽ റേസ് ടു 1, ടി റേസ് ടു -2 ഉണ്ട്. ആർ എച്ച് എസിലോ എം റേസ് ടു എ, എൽ റേസ് ടു ബി പ്ലസ് സി, ടി റേസ് ടു -b എന്നുണ്ട്. നമുക്കിനി ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് കമ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ എം റേസ് ടു 1 ഉണ്ട്, അപ്പുറത്ത് എം റേസ് ടു എ ഉണ്ട്. സോ എ ഈസ് ഈക്വൽ ടു 1 എഴുതാം. ഇനി എൽ ആണെങ്കിൽ എൽ റേസ് ടു 1 ആണുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ എൽ റേസ് ടു ബി പ്ലസ് സി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 എഴുതാം. ഇനി ടൈം നോക്കുകയാണെങ്കിൽ ടൈം ടി റേസ് ടു -2 ആണ് എൽ എച്ച് എസ് ഉള്ളത്. ആർ എച്ച് എസിൽ എന്താ ടി റേസ് ടു -b എന്നുണ്ട്. സോ -b ഈസ് ഈക്വൽ ടു -2 എന്ന് എഴുതുക. -b ഈസ് ഈക്വൽ ടു -2 മീൻസ് വാട്ട്? b ഈസ് ഈക്വൽ ടു 2. ഇപ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും ഡയമെൻഷനായി അല്ലേ? നമ്മുടെ ഏറ്റവും കൂടുതൽ ഇക്വേഷൻ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം റേസ് ടു എ, വി റേസ് ടു ബി, ആർ റേസ് ടു സി എന്നാണ്. ഇപ്പോൾ നമുക്കിതിൽ എ ഡയമെൻഷൻ കിട്ടി, എ 1 ആണെന്ന് കിട്ടി, ബി 2 എന്ന് കിട്ടി, പക്ഷേ സി കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് നമുക്കത് എഴുതാം സി ഈസ് ഈക്വൽ ടു 1 - 2 എന്ന് എഴുതാം. സി ഈസ് ഈക്വൽ ടു 1 - 2, sorry, c is equal to c is equal to 1 - 2, that is equal to -1. Now f is equal to എങ്ങനെ എഴുതാം? f is equal to m raised to 1, v raised to 2, r raised to -1. കാര്യം c is equal to -1 ആണ്. that is equal to mv square. ഇനി ആർ റേസ് ടു -1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1/r മാറ്റി എഴുതാം, അഥവാ എം വി സ്ക്വയർ ബൈ ആർ എന്ന് മാറ്റി എഴുതാം. റൈറ്റ്? സോ ദിസ് ഇസ് ഇക്വേഷൻ. സോ എഫ് ഈസ് റിലേറ്റഡ് ടു എം വി ആൻഡ് ആർ വിത്ത് ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇനി നമുക്ക് ഡയമെൻഷൻ അനാലിസിൻ്റെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഉപയോഗം ഇതാണ്. നമുക്ക് വ്യത്യസ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താൻ പറ്റും. അത് വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, ഇൻ ആൻ എക്സ്പെരിമെന്റ് വിത്ത് കോമൺ ബാലൻസ് ദ മാസ് ഓഫ് ദ ബോഡി ഈസ് ഫൗണ്ട് ടു ബി 2.52 gram, 2.53 gram, 2.51 gram, 2.49 gram and 2.54 gram in successive measurements. Calculate mean value of the body, mean absolute error and percentage error. അപ്പോൾ നമുക്ക് എന്ത് കാണണം? മീൻ വാല്യൂ കാണണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് 5 ഉണ്ട്. നമ്മളതിനെ നെയിം ചെയ്യുകയാണ് A1, A2, A3, A4, A5 എന്ന്. അപ്പോൾ A1 ഈസ് ഈക്വൽ ടു 2.52, A2 ഈസ് ഈക്വൽ 2.53 എന്ന് പറഞ്ഞ് ഓരോന്നിനെയും നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഇനി ഫസ്റ്റ് പാർട്ട് കാണാം. എന്താണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ ഈ 5 വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ബൈ 5 ചെയ്ത് കിട്ടും, മീൻ വാല്യൂ ഓഫ് ദി ബോഡി കിട്ടും. അതാണ് എ മീൻ എന്ന് പറയുന്നത്. പോരാത്തതിന് നമുക്കറിയാം പെർസെൻറ്റേജ് എറർ നമുക്ക് എന്താ ആവശ്യമാണ്? എ മീൻ ആവശ്യമാണ്. അപ്പോൾ എ മീൻ നമ്മൾ എല്ലാ വാല്യൂയും കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2.52 എന്ന് കിട്ടും. 2.52 gram ആണ് എന്ത്? ഇതിൻ്റെ മീൻ വാല്യൂ. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ആൻസറായി. 2.52 gram ഈസ് ദ മീൻ വാല്യൂ ഓഫ് ദി ബോഡി. ഇനി നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ കാണണം. റൈറ്റ്? മീൻ അബ്സല്യൂട്ട് എറർ കാണുന്ന സ്റ്റെപ്പ് എന്താണ്? മോഡുലസ് ഓഫ് ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു എ മീൻ മൈനസ് A1 അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? അബ്സല്യൂട്ട് എറേഴ്സ്. അപ്പോൾ മീൻ അബ്സല്യൂട്ട് എറർ മുമ്പെടുന്ന് കാണണം. വി ഹാവ് ടു ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ. ആൻഡ് ഹൗ ടു ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ? ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡെൽറ്റ A1 ഈസ് ഈക്വൽ ടു എ മീൻ മൈനസ് A1. മോഡുലസ് ഓഫ് ഡെൽറ്റ A2 ഈസ് ഈക്വൽ ടു എ മീൻ മൈനസ് A2. ഇവിടെ
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡെൽറ്റ? ഡെൽറ്റയ്ക്ക് പ്രത്യേകിച്ച് ഡെൽറ്റ സാധാരണ ഫിസിക്സിൽ ഉദ്ദേശിക്കുന്ന ഒരു ചേഞ്ച് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നമ്മളത് അബ്സല്യൂട്ട് എററിനെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രം. ഓക്കെ, സോ ഡെൽറ്റ മോഡുലസ് ഓഫ് ഡെൽറ്റ A1 മീൻസ് വാട്ട്? വി ആർ ഫൈൻഡിങ് ദി absolute error and we are taking only the magnitude. What is the meaning of modulus? Modulus means we are taking only the magnitude. അതായത് സൈൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു ഉദാഹരണം ചെയ്ത് കാണിച്ചു തരാം. 2.52 minus 2.52 it is 0, right? So delta A1 is equal to 0 എന്ന് കിട്ടി. നെക്സ്റ്റ് 2.52 minus 2.53 അതാണ് എന്ത്? A2യുടെ വില അല്ല, എ മീൻ മൈനസ് A2 ആണ്. എ മീൻ എത്രയാണ്? 2.52. സോ 2.52 മൈനസ് A2 എത്രയാ? A2 is equal to 2.53 ആണ്. സോ 2.52 മൈനസ് 2.53 വിൽ ബി വാട്ട്? മൈനസ് ഓർ നെഗറ്റീവ് 0.1 എന്ന് കിട്ടും. നെഗറ്റീവ് 0.01 എന്ന് കിട്ടും. പക്ഷേ ഇവിടെ മോഡുലസ് ഉണ്ട്. മോഡുലസിന്റെ മീനിങ് എന്താണ്? നമ്മൾ ഈ ആൻസറിന്റെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. അഥവാ നെഗറ്റീവ് സൈൻ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് നെഗറ്റീവ് സൈൻ വേണ്ട. ഓക്കെ, ഇതാണ് മോഡുലസ്. അപ്പോൾ നെഗറ്റീവ് സൈൻ ഒഴിവാക്കി നമുക്ക് എന്തുണ്ടാവുള്ളൂ? 0.01 മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് മോഡുലസിൻ്റെ മീനിങ്. അപ്പോൾ മോഡുലസിൻ്റെ മീനിങ് എന്താണ്? മോഡുലസിൻ്റെ മീനിങ് നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. പിന്നെ ഡെൽറ്റ A2 എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ടു റെപ്രസെൻറ്റ് ദി അബ്സല്യൂട്ട് എറർ. ഓക്കെ, അബ്സല്യൂട്ട് എററിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4 എന്നീ ടേംസ് എല്ലാം ഉപയോഗിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഡെൽറ്റ A3 കാണാം. ഡെൽറ്റ A3 ഈസ് ഈക്വൽ ടു 0.01 എന്ന് കിട്ടും. ഡെൽറ്റ A4 വീണ്ടും കാണാം. മോഡുലസ് ഓഫ് 2.52 മൈനസ് 2.49 0.03 എന്ന് കിട്ടി. പിന്നെ 2.52 മൈനസ് 2.54 0.02 എന്ന് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, മോഡുലസിൻ്റെ മീനിങ് എന്താണ്? ഇവിടെ പലയിടത്തും നെഗറ്റീവ് സൈൻ വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവിടെ ശരിക്കും നെഗറ്റീവ് സൈൻ വരും അല്ലേ? ഇറ്റ് ഈസ് നെഗറ്റീവ് 0.02 എന്ന് വരും. പക്ഷേ നമ്മൾ ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഓൺലി ദ മാഗ്നിറ്റ്യൂഡ്. സോ 0.02 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ഇതാണ്. സോ ദീസ് ആർ ദ അബ്സല്യൂട്ട് എറേഴ്സ്. ഓക്കെ, ദീസ് ആർ ദി അബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദീസ് റീഡിങ്സ്. അഥവാ 0 എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് എറർ A1ൻ്റെ. അതുപോലെ A2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എറർ ഓഫ് ഡെൽറ്റ മോഡുലസ് ഓഫ് ഡെൽറ്റ A2 എന്ന് പറയുന്നത് എന്താണ്? അത് അബ്സല്യൂട്ട് എറർ ഓഫ് A2. അപ്പോൾ ഓരോ വാല്യൂസ് എന്താണ്? അബ്സല്യൂട്ട് എറർ ആണ്. ആൻഡ് ആഫ്റ്റർ അബ്സല്യൂട്ട് എറർ വി ക്യാൻ ഫൈൻഡ് ദി മീൻ അബ്സല്യൂട്ട് എറർ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ അബ്സല്യൂട്ട് എറേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ. അപ്പോൾ നമുക്കിവിടെ 5 വാല്യൂസ് ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 0.014 എന്ന് കിട്ടും. ഇതാണ് എന്ത്? മീൻ അബ്സല്യൂട്ട് എറർ. റൈറ്റ്, മീൻ അബ്സല്യൂട്ട് എറർ കണ്ടു. അപ്പോൾ നമുക്കിപ്പോൾ മീൻ വാല്യൂ ഓഫ് ദി ബോഡി കണ്ടു കഴിഞ്ഞു. അടുത്തായിട്ട് മീൻ അബ്സല്യൂട്ട് എററും കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ്? പെർസെൻറ്റേജ് എറർ ആണ്. പെർസെൻറ്റേജ് എറർ കാണാൻ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഫൈൻഡ് ദി റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എങ്ങനെ കാണാം? 2.52 അല്ല, 0.014, റൈറ്റ്? 0.014 ഡിവൈഡ് ബൈ 2.52. നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ ഓർക്കുന്നില്ല, അറിഞ്ഞൂടാ. ഡെൽറ്റ എ മീൻ ഡിവൈഡ് ബൈ എ മീൻ, റൈറ്റ്? റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണ്. നമ്മളതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചതാണ്. സോ 0.014 ഡിവൈഡ് ബൈ 2.52 ഈസ് ഈക്വൽ ടു 0.005 എന്ന് കിട്ടി. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് പെർസെൻറ്റേജ് എറർ. എന്താണ് പെർസെൻറ്റേജ് എറർ? റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഈസ് കാൾഡ് പെർസെൻറ്റേജ് എറർ. അപ്പോൾ നേരത്തെ കണ്ട വാല്യൂവിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ഇൻറ്റു 100% കൊടുക്കുന്നതായിട്ട് മാറി നമുക്ക് അതിനെ പെർസെൻറ്റേജ് എററായി കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ 0.005 ഇൻറ്റു 100%, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5%. സോ 0.5% ഈസ് ദി ആൻസർ. അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാണണം? മീൻ വാല്യൂ ഓഫ് ദി മെഷർമെൻറ്റ് കാണണം. ചിലപ്പോൾ നമുക്ക് മീൻ വാല്യൂ തന്നിട്ടായിരിക്കുക, അഥവാ ട്രൂ വാല്യൂ തന്നിട്ടായിരിക്കുക. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? മീൻ വാല്യൂ. ഓക്കെ, ചില കേസിൽ നമുക്ക് അറിയാം ട്രൂ വാല്യൂ അറിയാം. ട്രൂ വാല്യൂ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ മീൻ വാല്യൂ കാണണം. നമ്മൾ നേരത്തെ എല്ലാം ഡിസ്കസ് ചെയ്തതാണ്. ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ, റൈറ്റ്? അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു എ മീൻ മൈനസ് A1 അല്ലെങ്കിൽ എ മീൻ മൈനസ് A2 എന്ന് ചെയ്ത് എന്ത് കിട്ടും? വി ക്യാൻ ഫൈൻഡ് ദി അബ്സല്യൂട്ട് എറർ.
നെക്സ്റ്റ് അതിൻ്റെ മീൻ വാല്യൂ ആണ്, അതാണ് എന്ത് മീൻ അബ്സല്യൂട്ട് എറർ. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ നമ്പർ. ദെൻ വി ക്യാൻ ഫൈൻഡ് വാട്ട് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ബൈ എ മീൻ ആണ് എന്ത് റിലേറ്റീവ് എറർ. ശേഷം റിലേറ്റീവ് എറർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ആണ് പെർസെൻറ്റേജ് എറർ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ടു ബി followed to find the percentage error. Next question is, the length, breadth and thickness of a rectangular sheet of metal are 4.234 meter, 1.005 meter and 2.01 centimeter respectively. Give the area and volume of the sheet to correct significant figures. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും പ്രകാരം ഉള്ള ഒരു റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ അസ്യൂം ചെയ്യാം. അപ്പോൾ ഇത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും വരുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് മാറുന്നത്, ഇതൊരു പൈപ്പ് അല്ല, ഈ ഒരു ഫോമിലാണ് കിട്ടുക. ഇതാണ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ഒരു തിക്നെസ് പറയുന്നില്ല, ആ തിക്നെസ് ആണ് എന്ത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ 2.01 തിക്നെസ് ഉള്ള 4.234 മീറ്റർ ലെങ്ത് ഉള്ള പിന്നെ 1.005 മീറ്റർ ബ്രെഡ്ത്ത് ഉള്ള ഒരു ഷീറ്റാണ്, ഒരു മെറ്റൽ ഷീറ്റാണിത്. അപ്പോൾ ഒരു അല്പം കനമുള്ള ഒരു മെറ്റലിൻ്റെ പാളിയാണ്. ഇതിൻ്റെ ഏരിയ കാണണം. എങ്ങനെ ഏരിയ കാണാൻ പറ്റും നമുക്ക്? ഏരിയയും കാണണം, വോളിയം കാണണം, കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏരിയ എങ്ങനെ കാണാം? നമുക്ക് ഏരിയ ഈ ഭാഗത്ത് ഏരിയ കാണാം അല്ലേ. ഈ ഭാഗത്ത് ഏരിയ എങ്ങനെ കാണാൻ പറ്റും? അത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്, തീർന്നില്ല. അതൊരു പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം അത് മാത്രം കണ്ടാൽ മതി. പക്ഷേ ഇത് അല്പം തിക്നെസ്സിലൊരു ഷീറ്റ് ആയതുകൊണ്ട് കാണാം, ആ തിക്നെസ് വരുന്ന ഭാഗം കൂടെ നമുക്ക് കാണാം, ഈ ഏരിയ. ഇപ്പോൾ ഇവിടെ ഉള്ള ഏരിയ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇവിടെ നമുക്ക് ബ്രെഡ്ത്തും തിക്നെസ്സും അല്ലേ. ഇവിടെ നമുക്ക് വന്ന് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഇവിടുത്തെ ഏരിയ വരുന്നത്. ഇനി ഈ സൈഡിൽ എന്ത് വരും? ഈ സൈഡിൽ ഈ തിക്നെസ് ഇൻറ്റു ഈ ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ ഈ ബ്രെഡ്ത്തിൻ്റെ തിക്നെസ്സാണ് ഈ വശത്തെ ഏരിയ വരുന്നത്, ബ്രെഡ്ത്തിൻ്റെ തിക്നെസ് വരും. പിന്നെയോ ഇവിടെ എന്ത് വരും? ഇവിടെ തിക്നെസ്സും ഉണ്ട് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ വരുന്ന ലെങ്ത്തും തിക്നെസ്സും ഉണ്ട്. അപ്പോൾ ഈ ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു തിക്നെസ് എന്ന് വരും. ഓക്കെ, സോ എൽ ബി, റൈറ്റ്. ആദ്യം നമ്മൾ എൽ ഇൻറ്റു ബി, എൽ ബി ചെയ്തു, പിന്നെ ബി ഇൻറ്റു തിക്നെസ് ചെയ്തു, അവസാനമായിട്ട് എൽ ഇൻറ്റു തിക്നെസ് ചെയ്യുക. അപ്പോൾ എൽ ഇൻറ്റു തിക്നെസ് തീർന്നില്ല, ഇത് പകുതിയായിട്ടുള്ളൂ. ഇതുപോലെ എന്തുണ്ട്, ഈ മുകൾ ഭാഗത്തെ ഏരിയ വരുന്ന പോലെ താഴെയും ഏരിയ വരും. അപ്പോൾ എൽ ഇൻറ്റു ബി എന്ന് താഴെയും വരുന്നുണ്ട്. പിന്നെ ഈ ബി ഇൻറ്റു ടി ഇവിടെ വന്നതുപോലെ ഇപ്പുറത്തും വരും, റൈറ്റ്. പിന്നെ എൽ ഇൻറ്റു ടി ഈ സൈഡിൽ നിന്ന് അപ്പുറത്തും വരും. എന്നുവെച്ചാൽ ഈ പറയുന്ന എല്ലാ ക്വാണ്ടിറ്റീസും 2 വീതം വരുന്ന ചുരുക്കം. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് എൽ ഇൻറ്റു ബി വന്ന പോലെ താഴെ എൽ ഇൻറ്റു ബി വരും. അപ്പോൾ 2LB ആയി. ഇനി ഇവിടെ ബ്രെഡ്ത്തും തിക്നെസ്സും കൂടി ചേർത്ത് ഏരിയ കാണുന്ന പോലെ, ഈ സൈഡ് കാണുന്ന പോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒരു ഏരിയ വരുന്നുണ്ട്. അവിടെയും ബി ഇൻറ്റു ടി എന്ന് വരും. ഇനി ഈ ഫേസിൽ എൽ ഇൻറ്റു ടി വന്ന പോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലും എൽ ഇൻറ്റു ടി വരും. അപ്പോൾ അങ്ങനെ എല്ലാം 2 വീതം ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ ദിസ് ഏരിയ ഈസ് ഈക്വൽ ടു ദിസ് മച്ച് ഇൻറ്റു 2 എന്ന് എഴുതേണ്ടതായിട്ട് വരും. ഇനി ഇതെല്ലാം ഗുണിച്ചാൽ മാത്രം മതി. എല്ലും ബിയും ടിയും എല്ലാം പറയുന്നുണ്ട്. സോ സിംപ്ലി മൾട്ടിപ്ലൈ ആൻഡ് ആഡ്, റൈറ്റ്. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എന്ത് കിട്ടും? 2 ഇൻറ്റു 4.3603 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8.7206 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. 8.7206 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. പക്ഷേ എന്താ ചോദ്യത്തിൽ പറയുന്നത്? ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ ക്വസ്റ്റ്യനിൽ ഉള്ള മിനിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്രയാണോ അതിലേക്കാണ് നമ്മൾ ആൻസറിൽ വേണ്ട സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് നോക്കാം. 2.01 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. 1.005 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. 4.234 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. അപ്പോൾ ഇതിൽ മിനിമം എത്രയാണ്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അഥവാ ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീറൈറ്റ് ദിസ് ഇൻറ്റു, ഓർ വി ഹാവ് ടു റൗണ്ട് ഓഫ് ദിസ് ഇൻറ്റു 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അപ്പോൾ 8, 7, 2, 8ഉം 7, 2 വരെ മാത്രം മതി. ഇവിടെ കട്ട് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം ഒരു നമ്പർ എത്ര? ഇറ്റ് ഈസ് ലെസ് ദാൻ 5 ആണ് അല്ലേ. ലെസ് ദാൻ 5 ആയതുകൊണ്ട് നമുക്ക് ഈ 2ന് നമുക്ക് മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ 8.72 തന്നെ നമുക്ക് മാറ്റി എഴുതാം. അപ്പോൾ
റൗണ്ട് ഓഫ് ചെയ്യുന്നതിൻ്റെ റൂൾസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതൊന്നും കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. സോ 8.72 മീറ്റർ സ്ക്വയർ ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വോളിയം. വോളിയം L ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് അല്ലേ. എല്ലും ബിയും എച്ചിലും തന്നിട്ടുണ്ട്. സിംപ്ലി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഓൺ മൾട്ടിപ്ലിക്കേഷൻ വി വിൽ ഗെറ്റ് 0.0855 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, സോ 0.0855 മീറ്റർ ക്യൂബ് ഈസ് ദി ആൻസർ. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളൂ അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചാണ് ദശാംശം കഴിഞ്ഞ് നമ്പറിന് മുമ്പ് വരുന്ന 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ 8ഉം 5ഉം 5 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആൻസറിലുള്ളൂ. സോ ദിസ് ആൻസർ ഈസ് ടു കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സോ ദിസ് ഈസ് ദി ആൻസർ. So with this we are winding up here. Thank you for watching.